നിങ്ങൾ ഒരു വിശാലത ആഗ്രഹിക്കുന്നവരാണോ? വിശാലത ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്നത് ഞെരുക്കത്തിലാണ്. എനിക്ക് പല ലിമിറ്റേഷനുമുണ്ട്, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത പല പരിമിതികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു വിശാലതയുടെ ആഗ്രഹം കടന്നു വരികയുള്ളൂ. നിങ്ങൾ യഥാർത്ഥമായി ഒരു വിശാലത ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണ പുനരുത്ഥാനത്തിന് മുൻപേ ദേവാലയങ്ങളിൽ മാത്രം വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഹന്ന ദേവാലയത്തിൽ പോയി തന്റെ വിഷമങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറയുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ദൈവസാന്നിധ്യം ദേവാലയങ്ങളിൽ മാത്രമായിരുന്ന ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുകയാണ്. യേശുക്രിസ്തുവിലെ കാൽവരി ക്രൂശിലെ യാഗത്തിനു ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവശബ്ദത്തെ അനുസരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളായി ആണ് ദൈവം കണക്കാക്കുന്നത്. അതായത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ വാസസ്ഥലമായി നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൊണ്ട് തന്നെ നാം ദൂഷണം പറയരുത്. നമ്മെ തന്നെ അശുദ്ധമാക്കുന്ന ഒരു പാപപ്രവൃത്തിയിലും നാം ഇടപെടരുത് എന്നെല്ലാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കതിന് കഴിയാതിരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവം കാണിച്ചു തരുന്ന വഴിയെ നടക്കുവാൻ നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെയും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അവഗണിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് പലപ്പോഴും നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം പരാജയപ്പെടുകയാണ്. എന്നാൽ കാര്യസ്ഥനായ ഉപദേഷ്ടാവായ വഴി നടത്തുന്ന നമ്മോട് സംസാരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് റിവീൽ ചെയ്തു തരുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നാം ചോദിക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മെ നയിക്കുന്നതും നമ്മോട് സംസാരിക്കുന്നതും നമ്മെ വഴി നടത്തുന്നതും. ഒരു വ്യക്തി എന്നതുപോലെ നമ്മോട് കൂടെ നിന്ന് നമ്മെ വഴി നടത്താനാണ് ദൈവാത്മാവിന് ഏറെ ഇഷ്ടം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നാം ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം നാം ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പരിമിതമാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വിശാലതയ്ക്കായുള്ള ആഗ്രഹം കടന്നു വരികയുള്ളൂ. എബേസിന്റെ ഒരു പ്രാർത്ഥന 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ഇപ്രകാരമാണ്: എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എബേസ് ദൈവത്തോട് പറയുന്ന ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എബേസ് ദൈവത്തോട് പറയുക, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത് എന്ന്. ഇന്ന് ജീവിക്കുന്ന ദൈവം തന്നെ നമ്മിലുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സാഹചര്യങ്ങളല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്നും എന്റെ കൂടെയുള്ള ദൈവമാണ് എനിക്ക് വേണ്ടി കരുതുന്നത് എന്നും തിരിച്ചറിയുവാൻ സാധിക്കും. എല്ലാ സാധ്യതകളും അടയുമ്പോഴും അവിടെയും ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. ഏതൊക്കെ വിധത്തിലുള്ള പ്രശ്നപ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദൈവിക കംഫർട്ട് നിങ്ങൾ അനുഭവിക്കും, ദൈവിക കരുതൽ നിങ്ങൾ കാണും. മാത്രമല്ല, ശത്രുവിന്റെ തന്ത്രങ്ങളെ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തു വരും, നിങ്ങളൊരു അനുഗ്രഹമാകുകയും ചെയ്യും. നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വരുമ്പോഴാണ് പലപ്പോഴും ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി എന്ന് നാം പറയാറ്. എന്നാൽ നമ്മുടെ കൂടെ അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ പ്രശ്നത്തിന്റെ വലിപ്പമല്ല കാണുവാൻ പോകുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവിക നന്മകളെ നാം അനുഭവിക്കുവാൻ തുടങ്ങും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, ദൈവിക ശുശ്രൂഷയിൽ വേണ്ടതുപോലെ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഈ ദൈവത്തിന് മുമ്പാകെ തുറക്കേണ്ടത് ആവശ്യമാണ്. മറ്റാർക്കും സഹായിപ്പാൻ കഴിയാത്ത മേഖലകളിൽ ഒരു വർധനവ് തരുവാൻ ഈ ദൈവം ശക്തനാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ ദിവസങ്ങളിൽ ദൈവത്തോടൊന്ന് തുറക്കേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഏതുവഴി നടക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരണം, അങ്ങയുടെ കരം പിടിച്ച് എന്നെ വഴി നടത്തണമെന്ന് ഒന്ന് പറയാൻ തയ്യാറാണോ? ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും ജീവിത മേഖലകളിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പ്രിയ ദൈവവേദലേ, ഏതൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ കടന്നു വന്നാലും ആ സാഹചര്യങ്ങൾ ഒന്നും നിങ്ങളെ തകർക്കുകയല്ല. ആ സാഹചര്യങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്ത നിവൃത്തീകരണത്തിന്റെ ചവിട്ടുപടിയായി മാറുവാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കെട്ടിയ പല ബൗണ്ടറികളും ഒന്ന് ഇടിച്ചു കളയണം. അത് നാം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എനിക്ക് ഇത്രേ കഴിയുകയുള്ളൂ, എനിക്കിത് മാത്രമേ പറ്റുകയുള്ളൂ എന്നെല്ലാം നാം തന്നെ കെട്ടിയ ആ ബൗണ്ടറികൾ ഒന്ന് ഇടിച്ചു കളയണം. ആര് പറഞ്ഞു
പറഞ്ഞു നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന്. ഇന്ന് പറയുവാൻ തുടങ്ങണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് പറയുവാൻ തുടങ്ങണം. ദൈവിക വാഗ്ദത്തങ്ങൾ കൊണ്ട് പറയുവാൻ തുടങ്ങുമ്പോൾ ആ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരോടല്ല ഞാൻ ഈ ചെറു സന്ദേശത്തിലൂടെ സംസാരിക്കുന്നത്. എന്റെ ദൈവത്തിനു വേണ്ടി എനിക്ക് ചിലതൊക്കെ ചെയ്യണം. എന്റെ ഈ ജീവിതം എത്ര നാളുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം എനിക്ക് തരുന്ന ആയുസ് എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന് യഥാർത്ഥമായി ഉള്ളിൽ ആഗ്രഹിക്കുന്ന നിങ്ങളോടാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രിയ ദൈവത്തിലെ അസാധ്യതകളെയും കാറ്റിനെയും കോളിനെയും കണ്ട് ഭയപ്പെട്ട് അടങ്ങിയിരിക്കാതെ, ഏതൊക്കെ പ്രശ്നം കടന്നു വന്നാലും ആ പ്രശ്നത്തിലൊന്നും തനിച്ചാക്കാതെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയണം. ദൈവമുഖത്തേക്ക് നോക്കി വിജയകരമായി ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. നാം തന്നെ കെട്ടിയ ബൗണ്ടറികൾ എല്ലാം ഒന്ന് ഇടിച്ചു കളയണം. അതിനുശേഷം മറ്റുള്ളവർ കെട്ടിയ ബൗണ്ടറികൾ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വെച്ച പല അതിരുകളുണ്ട്. അത് നമ്മുടെ ബാല്യകാലത്ത് നമ്മെ പഠിപ്പിച്ച ടീച്ചേഴ്സ് മുതൽ നമ്മുടെ സ്നേഹിതന്മാരടക്കം നമ്മെക്കുറിച്ച് പറഞ്ഞ പല കമന്റുകളും, നിന്നെ കൊണ്ട് അതിന് പറ്റുകയില്ല, നിനക്കതിന് കഴിവില്ല, നീ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് എന്നിങ്ങനെ പറഞ്ഞ പല കമന്റുകളും നാം അത് നമ്മുടേതായി എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നാം തന്നെ പറയുവാൻ തുടങ്ങി, ഓ എനിക്കത് പറ്റുകയില്ല, എനിക്കത് പറഞ്ഞിട്ടില്ല, എനിക്കത് കൊള്ളുകയില്ല എന്നെല്ലാം പറഞ്ഞ് നാം മറ്റുള്ളവരുടെ സഹായത്താൽ കെട്ടിയ മതിലുകളുണ്ട്. ആ മതിലുകളെല്ലാം ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആരാ പറഞ്ഞ നിങ്ങൾക്ക് കഴിവില്ല എന്ന്? ആരാ പറഞ്ഞ നിങ്ങളെ കൊണ്ട് പറ്റുകയല്ലെന്ന്? പ്രിയ ദൈവത്തിലെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഈ ദൈവം നിങ്ങളെ എക്വിപ്പ് ചെയ്യും. ദൈവിക പദ്ധതികളെല്ലാം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് മോശയെ കൊണ്ട് ഓരോരോ കാര്യങ്ങളും ചെയ്യിച്ചത്. എന്നെ കൊണ്ട് പറ്റുകയല്ല, വേറൊരാളെ തിരഞ്ഞെടുക്കുക എന്നെല്ലാം മോശ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടും ഇല്ല, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവം കാണിച്ചു കൊടുത്ത് മോശയെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്ന് ദൈവം പറയുന്നത് കേൾക്കുവാൻ, ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാകുന്ന നമ്മിലൂടെ ദൈവപ്രവൃത്തി ദൈവം ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മുക്കുവരെയാ യേശുക്രിസ്തു ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. സാധാരണക്കാരായ ശിഷ്യന്മാരിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ എല്ലായിടത്തും കാണുവാൻ കഴിയും. ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളായി കെട്ടിയിട്ടുള്ള എല്ലാ ബൗണ്ടറികളും നമ്മൾ ഇടിച്ചു കളയണം. എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വലിയ വിശാലത, ആത്മീക മേഖലകളിൽ ഒരു വിശാലത, ശുശ്രൂഷ മേഖലകളിൽ ഒരു വിശാലത, ജീവിത മേഖലകളിൽ ഒരു വിശാലത ദൈവമേ തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, ഇവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, അതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിലുപരി ദൈവമേ എന്നെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു, എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ മുൻവിധികളെല്ലാം എടുത്തു കളഞ്ഞ് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ കരത്തിൽ ഒരു ആയുധമായി മാറുവാൻ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു വിശാലത നിങ്ങൾ കൈവെക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ കാണുവാൻ തുടങ്ങും. മാത്രമല്ല നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. പ്രിയ ദൈവത്തിലെ, ഇന്ന് ദൈവത്തിന്റെ ആലയമായി ദൈവം വസിക്കുന്ന നമ്മെ നശിപ്പിക്കാതെ നമ്മിലൂടെ ദൈവപ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അടയ്ക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു. ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിത മേഖലകളിലെല്ലാം ഒരു വിശാലത അങ്ങ് കൊടുക്കുമാറാകണം. ദേശം കാണത്തക്ക വിധത്തിലുള്ള ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസ്നേഹം ഇവരായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ഇവരെ അങ്ങ് കണ്ടിരിക്കുന്നതിനാൽ നന്ദി. സമസ്ത മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പാ, ഹൃദയം തുറന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ, ദൈവരാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവദാസിയെ, ഒരു വലിയ വിശാലത നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. അതെ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ അത്ഭുതം കൂറുമാറാൻ ദൈവപ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അതെ, ഈ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പട്ടണങ്ങളോട്, രാജ്യങ്ങളോട് നമുക്ക് വിളിച്ചു പറയാം. ഈ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.